പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമായി. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇന്ന് പാർലമെന്റിൽ stands adjourned to meet at 12 o'clock. The House stands adjourned to meet at 12 noon. Thank you. 12 മണി വരെ പാർലമെന്റ് പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പമുണ്ട്. പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് 11 ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, പറയൂ. ബൽറാം, ലോക്സഭ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദം സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചെയറിൽ NK പ്രേമചന്ദ്രൻ MP ആണ് ഇപ്പോൾ ചെയറിൽ ഉള്ളത്. ആദ്യ പരിപാടിയായി തന്നെ അന്തരിച്ച മുൻ അംഗങ്ങൾ KP ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള മുൻ അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണ് ലോക്സഭ. ഇന്ന് പ്രധാനമായും 2 വിഷയങ്ങളാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ലോക്സഭയിൽ നിലവിലെ ബിസിനസ് അനുസരിച്ച് ഏറ്റവും പ്രധാനമായ ചർച്ചകൾ നടക്കാനിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഇന്ന് സഭയിൽ അവതരിപ്പിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, മുഹമ്മദ് ജാവേദ്, മല്ലു രവി അടക്കമുള്ള 3 അംഗങ്ങളാണ് ഈ പ്രമേയം അവതരിപ്പിക്കുക. തുടർന്ന് ആ പ്രമേയത്തിന്മേലുള്ള ചർച്ചയായിരിക്കും ഇന്നും നാളെയും നടക്കുക. 10 മണിക്കൂർ ചർച്ചയാണ് അവിശ്വാസ പ്രമേയത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായും സ്പീക്കർക്കെതിരെ 4 ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെ മറ്റ് പ്രധാന അംഗങ്ങളെയും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പ്രതിപക്ഷത്തെ വനിതാ MP-മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ വിവാദ വിഷയങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ നിരവധി അംഗങ്ങൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ച ചെയ്യണം, സഭ നിർത്തിവെച്ച് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. KC വേണുഗോപാൽ MP, ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം, ഇന്ധനവില വർധനവ്, ഒപ്പം തന്നെ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2 സഭകളിലുമായി ഈ നോട്ടീസുകൾ ഇന്ന് അനുവദിക്കുമോ എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. എന്തായാലും ഇന്ന് 2 സഭകളിലും വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രസ്താവന നടത്തുന്നുണ്ട്. ഇരു സഭകളിലും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് പ്രസ്താവന നടത്തും പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അതോടൊപ്പം തന്നെ സഭ ഇപ്പോൾ 12 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭ ഇന്ന് ചെയറിലിരുന്നത് NK പ്രേമചന്ദ്രൻ MP ആണ്. അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയായിരുന്നു. മൗനമായി നിന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു. ഇനിയിപ്പോൾ സഭ വീണ്ടും സമ്മേളിക്കുമ്പോൾ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയമാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നത് കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടുന്ന 3 അംഗങ്ങളാണ്. ഈ അംഗങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ശേഷം പിന്നീട് സഭ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. 10 മണിക്കൂറാണ് ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്ന സമയം. ഇന്നും നാളെയുമായി ചർച്ചകൾ തുടരും. 4 ആരോപണങ്ങളാണ് പ്രധാനമായും സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങളിൽ മേലായിരിക്കും ചർച്ചകൾ നടക്കാൻ പോകുന്നത്. സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നു, വനിതാ അംഗങ്ങളെ അപമാനിച്ചു, രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെടും. അത് കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ള 3 അംഗങ്ങളാണ് ഇത് സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 12 മണിക്ക് സഭ വീണ്ടും ചേരുമ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.